ഇന്ന് അയ്യമൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മൾ ബായിയെ നിർത്തിയിട്ടാണ് കടയിൽ പോയത് കേട്ടോ. കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ തുളസിത്തായി ഉൾപ്പെടെ എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ശരി, കുറേ ചുണ്ടയ്ക്ക രാവിലെ കുറച്ച് ചേട്ടൻ പറിച്ച് വെച്ചിട്ടാണ് പോയത്. ബാക്കിയുള്ളത് ഞങ്ങൾ കടയിൽ നിന്ന് നേരെ വന്ന് അങ്ങോട്ട് ചുണ്ടയ്ക്ക പറിക്കുവാണ് കേട്ടോ. ചുണ്ടയ്ക്ക ഇനി നമ്മൾ കുറേ ഉള്ളതുകൊണ്ട് തൈരിനകത്ത് ഇട്ട് വെച്ചിട്ട് നാളെ ഉണക്കി അങ്ങോട്ട് വെച്ചാൽ കൊണ്ടാട്ടമാക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത്, പിന്നെ കുറേ മുളക്കമ്പും ഇങ്ങനെ തടിക്കഷ്ണമൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് കുറച്ച് അതും കൂടെ എടുത്ത് പാതകത്തിൽ, അതായത് അടുപ്പിൻ്റെ അടിയിൽ വെക്കാമെന്ന് വിചാരിച്ചേ. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇനി നമുക്ക് കൃഷി നടാനാണ് കേട്ടോ. മേടമാസത്തിൽ നടണമെന്നൊക്കെ പറഞ്ഞാണ് എല്ലായിടത്തും ക്ലീനാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഭാഗ്യം ഉണ്ടെങ്കിൽ അന്ന് നടാം. പിന്നെ കുറച്ച് വിറകുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ എടുത്തു കേട്ടോ. വലിയൊരു തടി കഷ്ണം അടിച്ചടിച്ചിട്ട് പോകുന്നത് എൻ്റെ കൈ പോയി. അവസാനം ഞാൻ തോറ്റു, തടി ജയിച്ചു കേട്ടോ. ഞാൻ അവിടെ ഇട്ടിട്ട് ഞാൻ അങ്ങ് പോയി. ദേണ്ട ഇത്രയും ചുണ്ടയ്ക്ക കിട്ടിയ വലിയ 2 പാത്രം നിറച്ച് കിട്ടി. ചേട്ടനാണ് കുറേ പറിച്ചത്, ഞങ്ങൾ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുളിച്ചിട്ട് ഓടി വന്നപ്പോഴത്തേക്ക് പാറു വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ദേണ്ട നമ്മുടെ മിട്ടുപൂച്ചയും പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.